സല്യൂട്ട് സുഹൃത്തുക്കളെ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ 4 വർഷവും 4 മാസവുമാണ് മൊത്തത്തിൽ ജോലി ചെയ്തത്. എന്താണ് CBI, അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തുടങ്ങട്ടെ. 1941 യുദ്ധത്തിൻ്റെ സമയത്ത്, 2ാം ലോക മഹായുദ്ധം നടക്കുന്നതിനിടെ വളരെ പെട്ടെന്ന് വളരെയധികം ആയുധ സാമഗ്രികളും ഒക്കെ വാങ്ങേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് അതിലുണ്ടാകാവുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ രൂപം നൽകിയ ഒരു ചെറിയ സ്ഥാപനമാണ് സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അന്ന് ആർമിയുമായിട്ട് അല്ലെങ്കിൽ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികളൊക്കെ അന്വേഷിച്ചിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത് തുടരുകയും ഭാരതത്തിൻ്റെ വിവിധ കേന്ദ്ര സർക്കാർ ജോലിക്കാരുടെ അഴിമതി അന്വേഷിക്കാനുള്ള ഒരു സ്ഥാപനമായി കുറച്ചും കൂടെ ശക്തി ആർജിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അന്ന് അതിനെ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. അത് നിലവിൽ വരുന്നതിനായി ഒരു നിയമവും ഉണ്ട്. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. 1963 ഏപ്രിലിലാണ് ഇതിൻ്റെ പേര് മാറ്റി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാക്കിയത്. ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ തലവൻ, അതിൻ്റെ മേധാവി എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ളൊരു DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. മിനിമം 2 വർഷമാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി. ഇപ്പോൾ അത് 5 വർഷമായിട്ട് കൂട്ടിയിട്ടുണ്ട്. CBI മുൻകാലത്തെ പോലെ അഴിമതി മാത്രമല്ല, ഇപ്പോൾ പലതരത്തിലുള്ള കേസുകളും അന്വേഷിക്കുന്നുണ്ട്. വളരെ പ്രമുഖമായ കേസുകൾ ലോക്കൽ പോലീസിനെ കൊണ്ടോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിനെ കൊണ്ടോ അന്വേഷിച്ചിട്ട് തെളിയാതെ കിടക്കുന്ന കേസുകൾ തുടങ്ങിയവ പ്രത്യേക പരിഗണനയിൽ CBIയിലേക്ക് മാറ്റി അവർ CBIയുടെ സ്പെഷ്യൽ ടീമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ CBIയിൽ ചാർജ് എടുക്കുമ്പോൾ കേരളത്തിൽ ഒരൊറ്റ ഓഫീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് എറണാകുളത്തായിരുന്നു. ACB എന്നായിരുന്നു അതിനെ പറഞ്ഞിരുന്നത്, ആൻറ്റി കറപ്ഷൻ ബ്രാഞ്ച്. CBIക്ക് ഇത് കൂടാതെ തിരുവനന്തപുരത്ത് ഒരു ചെറിയ യൂണിറ്റ് ഉണ്ടായിരുന്നു, ഒരു DYSPയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നത്. എറണാകുളത്ത് നിന്ന് തെക്കോട്ടുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അഴിമതി കേസ് മുഴുവൻ അന്വേഷിച്ചിരുന്നത് ഈ യൂണിറ്റ് ആയിരുന്നു. അതും CBI കൊച്ചി SP-യുടെ കീഴിൽ വരുന്ന യൂണിറ്റാണ്. മുഖ്യമായിട്ടും CBIയിലുള്ള വകുപ്പുകളെല്ലാം ആൻറ്റി കറപ്ഷനാണ്. അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന വകുപ്പുകളാണെങ്കിൽ പോലും ഇപ്പോൾ സ്പെഷ്യൽ ക്രൈംസ് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്പെഷ്യൽ ക്രൈംസിന് ഒരു ഓഫീസും ഉണ്ട്, ഒരു SP-യും ഉണ്ട്. എക്കണോമിക് ഒഫൻസസ് അന്വേഷിക്കാൻ, ബാങ്കിങ് ഫ്രോഡ്സ് അന്വേഷിക്കാൻ 1969 ബാങ്കുകളെല്ലാം നാഷണലൈസ് ചെയ്തല്ലോ. അതിനുശേഷം ബാങ്കുകളിൽ നടക്കുന്ന അഴിമതിയും പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അഴിമതികളും ഇതെല്ലാം ഇപ്പോൾ CBIയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ CBI വ്യത്യസ്തമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കുറ്റാന്വേഷണം അന്വേഷിക്കുകയും വളരെ നല്ല രീതിയിൽ ഫലമുണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതാണ് എല്ലാവർക്കും ഒരു വിശ്വാസ്യതയുള്ളത്. ഏത് കേസും ഇപ്പോൾ ഒരു പ്രതിസന്ധി എത്തി നിൽക്കുമ്പോൾ CBIക്ക് വിടണം എന്നുള്ളൊരു ആവശ്യം വരാനുള്ള കാരണവും അത് തന്നെയാണ്. കൊച്ചി ബ്രാഞ്ച് വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ ജോലി ചെയ്തിട്ടുള്ളതാണ്. CBI ഡയറിക്കുറിപ്പ്, മമ്മൂട്ടി നായകനായിട്ടുള്ള സിനിമകൾ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം പ്രാധാന്യമുള്ള കേസുകളാണ് അവർ അന്വേഷിച്ചിരുന്നത് എന്ന്. CBIയുടെ ആസ്ഥാനത്ത് ഡയറക്ടറെ സഹായിക്കാനായിട്ട് അഡ്മിനിസ്ട്രേഷൻ, പോളിസി, സൈബർ, അതുപോലെ കോർഡിനേഷൻ എന്നൊക്കെ പല പല ഡിവിഷനുകളും ഉണ്ടെങ്കിലും മുഖ്യമായും 4 സോണുകളായിട്ട് തിരിച്ചിട്ട് ചെന്നൈയിൽ ഉണ്ടായിരുന്ന സൗത്ത് സോണിൻ്റെ കീഴിലായിരുന്നു കൊച്ചി ബ്രാഞ്ച് ഉൾപ്പെടെ വന്നിരുന്നത്. ഞാൻ CBIയിൽ ചാർജ് എടുക്കുന്നത് എറണാകുളത്തുള്ള കടവന്ത്രയുടെ അടുത്ത് കത്രിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു 1.5 ഏക്കർ സ്ഥലത്ത് ഒരു വലിയൊരു ഓഫീസായിട്ട് സർക്കാരിൻ്റെ തന്നെ ബിൽഡിംഗ്, 4 നില ഉള്ള ഒരു ഓഫീസ് കെട്ടിടവും കുറച്ച് മാറിയായി സ്റ്റാഫിനും ഓഫീസേഴ്സിനും ഒക്കെ താമസിക്കാനുള്ള ക്വാർട്ടേഴ്സും SP-ക്ക് താമസിക്കാൻ ഒരു പ്രത്യേക ക്വാർട്ടേഴ്സ്, ഒരു ചെറിയ ക്വാർട്ടേഴ്സ്, 2 ബെഡ്റൂം മാത്രമുള്ള ഒരു ക്വാർട്ടേഴ്സും ഒക്കെ ആയിട്ടായിരുന്നു അന്നത്തെ ആ CBI ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതുപോലൊക്കെ തന്നെയാണ്. അവിടെ പോയി ഞാൻ ആ ക്വാർട്ടേഴ്സിൽ താമസിക്കാമെന്ന് തീരുമാനം എടുത്തത് എല്ലാവരെയും കുറച്ച് അതിശയിപ്പിച്ചു. കാരണം SP-മാർ പൊതുവെ അവിടെ താമസിക്കാറില്ല. അവർ വേറെ വാടക വീടൊക്കെ എടുത്തിട്ടാണ് താമസിക്കുന്നത്. അതിൻ്റെ അടുത്ത് ആ സ്ഥലം ഭയങ്കര ചൂടാണ്. അതിൻ്റെ ഒരൊറ്റ നിലയാണ്, വളരെ താഴ്ന്ന മേൽക്കൂരയാണ്, കോൺക്രീറ്റ് കെട്ടിടമാണ്. അപ്പോൾ അതിനകത്ത് താമസിക്കുക എന്ന് പറയുന്നത് നല്ല ചൂടായതുകൊണ്ട് SP-മാരും പൊതുവെ അവിടെ താമസിക്കാറില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ അവിടെ തന്നെ താമസിക്കാമെന്നുള്ളത് തീരുമാനം എടുക്കുക. CBIയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ലോക്കൽ പോലീസുമായിട്ടോ അല്ലെങ്കിൽ വിജിലൻസുമായിട്ടോ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. കേരളത്തിലുള്ള വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ CBIയിൽ പോലീസ് ഓഫീസേഴ്സും CBI ഓഫീസേഴ്സും മാത്രമല്ല, മറ്റു പല കേന്ദ്ര വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്.
അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല തരത്തിലുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള എക്സ്പെർട്ടൈസും നോളജും കൊണ്ടുവന്ന് ഷെയർ ചെയ്യുകയും പിന്നെ കേസുകൾ ഓരോ പുതിയ പുതിയ കേസുകൾ വരുമ്പോൾ അവരുടെ അനുഭവങ്ങളും കൂടെ വെച്ച് നമുക്ക് പ്രത്യേകമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യിപ്പിക്കാം. CBIയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുഖാന്തരമാണ് പൊതുവെ ഓഫീസേഴ്സിനെ എല്ലാവരെയും റിക്രൂട്ട് ചെയ്യുന്നത്. സീനിയർ റാങ്കുകളിൽ SP തൊട്ട് മുകളിലോട്ട് ഉള്ളവരെ IPS ഓഫീസേഴ്സിന്റെ ഡെപ്യൂട്ടേഷനിലാണ് നിയമിക്കാറ്. മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് CBI തന്നെയാണ്. CBI നേരിട്ട് CBIയുടെ ഡൽഹി ഓഫീസിൽ UPSCയുമായിട്ട് ചേർന്നിരുന്ന ഒരു ബോർഡാണ് തീരുമാനിക്കുന്നത്. താഴോട്ടുള്ള സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ്, പ്യൂൺസ് അവരെയൊക്കെ CBI തന്നെ നേരിട്ട് നിയമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ എഴുതി വരുന്നവരുടെ താഴെ റാങ്കിലുള്ളവർക്ക് നേരിട്ട് CBIയിലേക്ക് ഡയറക്റ്റായിട്ട് അപ്പോയിൻമെൻറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചും കൂടി ഒരു ബൃഹത്തായ ഒരു സംരംഭമാണ്. പിന്നെ കൂടാതെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയും CBIയുടെ കീഴിലാണ് വരുന്നത്. വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നിയമ വിദഗ്ധരും കൂടെ അടങ്ങുന്ന ഒരു വിങ്ങും കൂടെ ഉണ്ട്, പ്രോസിക്യൂഷൻ വിങ് എന്ന് പറയും. അപ്പം കൊച്ചി ബ്രാഞ്ചിൽ തന്നെ 2 ലീഗൽ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ഒരു സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു. രണ്ടുപേരും വളരെ നല്ല ഓഫീസേഴ്സ് ആയിരുന്നു. അതുപോലെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. CBIക്ക് വേണ്ടി മാത്രം പ്രത്യേക ഒരു സീനിയർ അഡ്വക്കേറ്റ് സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്ത് കേസ് ഉണ്ടെങ്കിലും നമ്മളത് പെട്ടെന്ന് തന്നെ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിച്ച് അത് വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായകരമാകുന്ന ഒരു സംവിധാനമായിട്ട് എനിക്ക് അതിനെ തോന്നിയിട്ടുണ്ട്. CBIക്ക് 2 സ്പെഷ്യൽ കോടതികളും ഉണ്ടായിരുന്നു. CBI എടുക്കുന്ന FIRകളെല്ലാം ഈ സ്പെഷ്യൽ കോടതിയിലാണ് ഫയൽ ചെയ്യുന്നത്. നമ്മൾ അവസാനം അതിൻ്റെ ട്രയലും നടക്കുന്നത് ഈ സ്പെഷ്യൽ കോടതിയിലാണ്. ഉത്തരവ് വരുമ്പോൾ ആ കോടതിയാണ് ഉത്തരവിടുന്നത്. അതും ഒരു നല്ല സംവിധാനമായിട്ട് തോന്നി. കാരണം പ്രത്യേകമായിട്ട് CBI കേസുകൾ മാത്രം ബാധിക്കാനുള്ള കോടതി ആയതുകൊണ്ട്. CBI SPയുടെ ഓഫീസിൽ എല്ലാത്തിനും ഒരു ചട്ടമുണ്ട്. എങ്ങനെയെങ്കിലും വന്ന് ഓഫീസിൽ വന്ന് അന്വേഷിച്ചിട്ട് പോവുക, എത്ര കേസാണ് വരുന്നതെന്ന് വെച്ചാൽ അത് അന്വേഷിക്കുക, കുറേ നാൾ ഇരുന്നാൽ കുഴപ്പമില്ല, അങ്ങനെയൊന്നും അല്ല. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ചട്ടത്തിന്റെ പുറത്താണ് എല്ലാം നടക്കുന്നത്. ഒരു വർഷം SPക്ക് 30 FIRകൾ ഇടാനായിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്. അതുപോലെ 30 കേസുകൾ തീർക്കണം, അന്വേഷണം തീർത്ത് ചാർജ് ഷീറ്റ് കൊടുക്കണം, 40-ലധികം സോഴ്സ് ഇൻഫർമേഷൻ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യണം. ഒരു സോഴ്സ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു അന്വേഷിച്ച് എവിടെയെങ്കിലും കറപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്വേഷണവും കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്, മുന്നോട്ട് നീങ്ങാനുള്ളത്. അപ്പോൾ എവിടെയെങ്കിലും കറപ്ഷൻ ഉണ്ടോ എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് പിന്നെ കൂടാതെ സർപ്രൈസ് ചെക്കുകളുണ്ട്. എല്ലാത്തിലും ഗവൺമെന്റിന്റെ സാങ്ഷൻ വേണ്ടെങ്കിൽ പോലും CBIയുടെ ഡയറക്ടറുടെയും ജോയിന്റ് ഡയറക്ടറുടെയും റാങ്ക് അനുസരിച്ചിട്ടുള്ള സാങ്ഷൻ വേണം. നമ്മൾ ഏത് ഉദ്യോഗസ്ഥനെതിരെയാണ് അന്വേഷണം ആരംഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു സാങ്ഷൻ നമ്മൾ അതത് സീനിയർ ഓഫീസേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുത്ത ശേഷമേ അന്വേഷണം തുടങ്ങാവൂ എന്നുണ്ട്. വളരെയധികം പാരാമീറ്റേഴ്സ് ഉണ്ട് അതിന്. ഒന്നും അങ്ങനെ നമ്മൾ വെറുതെ ഒരാളെ ഉപദ്രവിക്കാനോ ഹരാസ് ചെയ്യാനോ ചെയ്യുന്നില്ല. വളരെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു കേസ് എടുക്കുകയോ ഒരു അന്വേഷണം നടത്തുകയോ സർപ്രൈസ് ഒക്കെ നടത്തുകയോ എല്ലാം ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ അന്വേഷിച്ച ഒരു കേസ് അത് പാളിപ്പോയി. അതിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, വിജിലൻസിലിരുന്നപ്പോൾ ഒരു കേസ് നമ്മൾ ട്രാപ്പ് എന്നാണ് പറയുന്നത്. സെക്ഷൻ 7 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് എടുക്കുന്ന കേസാണ്. അതിനെ ട്രാപ്പ് എന്ന് പറഞ്ഞ മലയാളത്തിലെ കുരുക്ക് അല്ലെങ്കിൽ കെണി എന്നാണ് പറയുന്നത്. ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കുടുക്കി പിടിക്കുക എന്നുള്ള ഒരു ആശയമുള്ളത് കൊണ്ടാണ് അതിനെ ട്രാപ്പ് എന്ന് പൊതുവെ വിളിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതലും ഇതുപോലെ ട്രാപ്പ് കേസുകൾ എടുക്കാൻ താല്പര്യമുള്ളത് ടാർഗറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കേസുകൾ എടുക്കാൻ സാധിക്കും, പെട്ടെന്ന് ആ കേസുകളുടെ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ശിക്ഷിക്കുന്നതും ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ശിക്ഷയുടെ തോതും വളരെയധികം കൂടിയിരിക്കുന്നതുകൊണ്ട് ട്രാപ്പിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു. ഒരു സ്ത്രീ എന്നെ ഒരു ദിവസം ഓഫീസിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അവരൊരു ഹൗസ് മെയ്ഡ് ആയിട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ 14-15 വർഷം ജോലി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരു എക്സിറ്റ് വിസ അടിച്ചു കൊടുക്കും. 100-300 കിലോ വരെ ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊണ്ടുവരാം. ഷിപ്മെന്റ് വഴി പാഴ്സലായിട്ട് ഒരുപാട് സാധനങ്ങൾ അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവരവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ അവരവിടുന്ന് ഷിപ്മെന്റ് വഴി അങ്ങോട്ട് അയച്ച് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിങ്ങനെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് കിടക്കുന്നു. അവർ പല പ്രാവശ്യമായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്, അത് അവർക്ക് റിലീസ് ചെയ്ത് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥർ റിലീസ് ചെയ്യുന്നതിൻ്റെ പേപ്പർ സൈൻ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് അവരോട് 3000 രൂപ കൊണ്ട് തന്നാൽ ഞാനിത് പെട്ടെന്ന് ചെയ്തു തരാം എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് വലിയൊരു വിഷമം അത് കൊടുക്കാൻ. കാരണം പല സാധനങ്ങളും അവർ കൊണ്ടുവന്നിരിക്കുന്ന അവർ കാശ് കൊടുത്ത് വാങ്ങിയതല്ല.
അവർ ജോലി ചെയ്ത സ്ഥലത്തുള്ള ആൾക്കാർ അവർക്ക് കൊടുത്തതും വാങ്ങിക്കൊടുത്തതും പിന്നെ അവരുടെ പഴയ സാധനങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ കെട്ടിപ്പറക്കി അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവർ അതിന് വേണ്ടിയിട്ട് 3000 രൂപയും കൂടെ എക്സ്ട്രാ ചിലവാക്കുക. അന്നത്തെ കാലത്തൊക്കെ 3000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആയിരുന്നു. ഞാൻ അവരുടെ ഓഫീസിൽ വരാൻ പറഞ്ഞു. അവരോട് അതിന്റെ വിശദ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഒരാൾ കൈക്കൂലി ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുന്നത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ പരാതിക്കാരിയെ കൊണ്ട് അയാളെ ഫോണിൽ വിളിപ്പിക്കും. എന്നിട്ട് വീണ്ടും ഒന്ന് സംസാരിപ്പിക്കും. സാറേ ഒന്ന് ആ പൈസ ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ, സാറേ വലിയ കഷ്ടകാലമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിപ്പിക്കുമ്പോൾ അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് എവിഡൻസ് ആയിട്ട് ഞങ്ങൾ കോടതിയിൽ കൊടുക്കും. ആ സമയം ഇലക്ട്രോണിക് എവിഡൻസ് CBI കോടതി അംഗീകരിക്കുമായിരുന്നു. ആ സ്ത്രീ ആ കസ്റ്റംസ് ഓഫീസറോട് സംസാരിച്ചു. അപ്പോൾ കസ്റ്റംസ് ഓഫീസർ അതിനകത്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട്, സാധാരണ എല്ലാവരും 10,000 20,000 രൂപയൊക്കെ തന്നാണ് ഇതുപോലെയുള്ള വലിയ പാഴ്സലുകൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഞങ്ങൾ 3000 തന്നെ ചോദിച്ചുള്ളൂ. നിങ്ങൾ ഒന്നുകിൽ പൈസ തന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ കിടക്കും, നശിച്ചു പോകും സാധനങ്ങളൊക്കെ എന്നുള്ള മറ്റൊരാൾ സംസാരിക്കുന്നുണ്ട്. സ്ത്രീ പറഞ്ഞു ചെയ്യുന്ന സാർ ഞാൻ നാളെ 3000 രൂപ കൊണ്ടുവന്ന് തരാം സാർ, ഒന്ന് അവിടെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫോൺ വെച്ചു. പിറ്റേന്ന് ആ സ്ത്രീ അവിടെ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് വന്നു. 2-3 ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസസിനെ, വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ വിറ്റ്നസസിനെ വിളിച്ച് വരുത്തി അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രൊസീജിയറും ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ FIR ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ ഈ നോട്ടുകൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു മഹസർ എഴുതും. എത്ര രൂപയുടെ ഇത്ര നോട്ടുകളുണ്ട്, എല്ലാം കൂടെ 3000 രൂപ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയിട്ട് നമ്പറൊക്കെ എഴുതി അതിനകത്ത് ഒരു ഫിനോഫ്തലിൻ എന്ന് പറയുന്ന രാസപ്പൊടി ഞങ്ങൾ പെരട്ടിയിടും. അപ്പോൾ അത് കാണത്തില്ല, അദൃശ്യമാണ്. കവറിനകത്തിട്ട് ആ രൂപ അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഇത് അയാളെ പോയി കണ്ട് അയാളുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ച ശേഷം തിരിച്ചിറങ്ങി പുറകെ ഞങ്ങൾ എല്ലാവരും പല വേഷത്തിൽ നിൽപ്പുണ്ട്, ഒരു സിഗ്നൽ തരണം, എന്തെങ്കിലും ഒരു ആംഗ്യം കാണിക്കണം കൊടുത്തു എന്നുള്ളത്. അയാൾ അറിയാൻ പാടില്ല. അയാൾ പോയി കൈ കഴുകുകയോ രൂപ കളയുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്യും. എന്നിട്ട് അയാൾ കുറ്റവാളിയല്ല എന്നൊക്കെ പറയാം. നിങ്ങൾ മുടി അഴിച്ച് കെട്ടി, മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞിട്ട് മുടി ഒന്ന് അഴിച്ചൊന്ന് കെട്ടി വെക്കുക, ഒന്നുകൂടി ഒരു കെട്ടുപോലെ കെട്ടി വെക്കുക. അതൊരു സിഗ്നലായിട്ട് ഞങ്ങൾ എടുത്ത് ഞങ്ങൾ പൈസ കൊടുത്ത ശേഷം നിങ്ങൾ പുറത്തിറങ്ങിയത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി പിടിച്ചോളാം എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ശരി എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ, ഞാനും കൂടെ ആ സമയം പോയി. കാരണം എൻ്റെ ആദ്യത്തെ ട്രാപ്പ് കേസാണ്, എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ത്രീ കവറും കൊണ്ട് അകത്ത് ഹാൻഡ് ബാഗൊക്കെ പിടിച്ച് അകത്ത് പോയി. നേരം വെയിറ്റ് ഒക്കെ ചെയ്തിരുന്നു. അവിടെ നല്ല തിരക്കാണ്, അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. കുറച്ച് കഴിഞ്ഞ് ആ സ്ത്രീ പുറത്തിറങ്ങി വന്നിട്ട് ഇങ്ങനെ മുടി നല്ലപോലെ ചൊറിഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് നിന്ന് ഓഫീസർ പറഞ്ഞത്, മാഡം മുടി ചൊറിയുന്നു, അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ഞങ്ങളോടൊന്നും നോക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ നല്ല അഭിനയമാണല്ലോ, അവർ നമ്മളെ നോക്കുന്നില്ല. പക്ഷെ അവരോട് മുടി കെട്ടാനല്ലേ പറഞ്ഞത്. ഇപ്പോൾ അവർ മറന്നു പോയതായിരിക്കും, കെട്ടി നമുക്ക് പോയി പിടിക്കാം, എന്തായാലും അവർ കൊടുത്തിട്ട് അകത്ത് പോയി തിരിച്ച് വന്ന് മുടി ചൊറിയുന്നുണ്ട്, നമുക്ക് പോയി പിടിക്കാമെന്നോ. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ അകത്ത് കയറിപ്പോയി ആളെ പിടിക്കാനായിട്ട് പോകുന്ന ആ സ്ത്രീയുടെ അടുത്ത് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, അയ്യോ സാറേ കൊടുത്തില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങൾ ആംഗ്യം കാണിച്ചല്ലോ, തല ചൊറിഞ്ഞല്ലോ. അതിന് തല മൊത്തം പേനായതുകൊണ്ട് ചൊറിഞ്ഞതാ. ഇത് കേട്ടോണ്ട് മറ്റേ ആ ആള് കയറി വരികയും ചെയ്തു. അപ്പൊ അയാൾക്കും ഒരു പരിഭ്രമമായി എന്തോ എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ പിന്നെ ഇടപെട്ടിട്ട് അയാളുടെ ആ സ്ത്രീയുടെ കാര്യങ്ങൾ റിലീസ് ചെയ്ത് കൊടുത്തെങ്കിലും കേസ് നിൽക്കില്ല, കേസ് പാളിപ്പോയി. അങ്ങനെ ആദ്യത്തെ ട്രാപ്പ് കേസ് തെറ്റിപ്പോയതിന്റെ ഒരു വലിയ വിഷമത്തോടു കൂടിയായിരുന്നു തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ ഈ തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കാനായിട്ട് ഒരുപാട് നടപടി എടുത്തിരുന്നു. അത് 2-3 പ്രാവശ്യം അവരെ കൊണ്ട് എന്താണ് പ്രീ അറേഞ്ച് സിഗ്നൽ, കർച്ചീഫ് എടുത്ത് മുഖം തുടയ്ക്കുകയോ മുക്ക് ചീറ്റുകയോ, അല്ലെങ്കിൽ എന്താണ് ചീപ്പ് എടുത്ത് വെച്ച് പുറത്ത് കാണിക്കുകയോ, അല്ലെങ്കിൽ ഒരു ഫയല് എടുത്ത് പേപ്പറുകൾ താഴെ വീഴുന്ന പോലെ കാണിച്ച് അതെടുക്കുന്നതോ, അങ്ങനെയുള്ള വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു സൈൻ തന്നെ നിങ്ങൾ കാണിക്കണം, കൊടുത്ത ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയണം. അതിനുശേഷമാണ് പിന്നീട് ക്യാമറ, ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നമ്മൾ പിന്നെ ഉപയോഗിച്ച് തുടങ്ങി. അയാളുടെ ഷർട്ടിലൊക്കെ ഒരു ക്യാമറയൊക്കെ പ്ലഗ് ചെയ്ത്, അല്ലെങ്കിൽ പേനയ്ക്കകത്ത് ക്യാമറ പ്ലഗ് ചെയ്തിട്ടൊക്കെ കയറ്റി വിടും. അപ്പോൾ അതുകൊണ്ട് അതൊരു വീഡിയോ റെക്കോർഡുമായിട്ട് വരുമായിരുന്നു. ഈ ഒരുപാട് കഥകളുണ്ട്, രസകരമായിട്ടുള്ള ഒരുപാട് ട്രാപ്പുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മറ്റ് കേസുകളുണ്ട്. അതിനെയൊക്കെ കുറിച്ച് ഞാൻ പിന്നീട് ഓരോന്നോരോന്നായിട്ട് വിവരിക്കാം. സസ്നേഹം, ശ്രീലേഖ.